السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിന് ഇഷ്ടമുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് പോലെ ഒരു പ്രയാസങ്ങളൊന്നുമില്ലാതെ നമ്മുടെ രാജ്യം പോലെ നമ്മുടെ നാട് പോലെ ജീവിക്കാൻ കഴിയുന്ന വിശിഷ്യ സൗദി അറേബ്യ, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, കൊറോണയുടെ സമയത്ത് നമ്മളൊക്കെ കണ്ട ഒരു പ്രമേയം, ഒരു പോസ്റ്റർ, നീ സുരക്ഷിതനാണ് വ അൻത ഫി സഊദിയ, നീ സൗദിയിലായിരിക്കുമ്പോൾ ഇവിടുത്തെ പൗരൻ എത്ര സുരക്ഷിതനായിരിക്കുന്നുവോ ഇവിടെ ജോലി തേടി വന്ന ഇവിടുത്തെ അതിഥികൾ അവരോരോരുത്തരും സുരക്ഷിതരായിരിക്കും. ഏത് പ്രയാസങ്ങളിലും ഏത് പ്രതിസന്ധികളിലും ഒരു രാജ്യത്തെ പൗരനെപ്പോലെ അതിനേക്കാൾ അപ്പുറത്തേക്കൊരു പക്ഷേ പരിഗണന ലഭിച്ച സമയങ്ങളും ഈ നാട്ടിലുണ്ട്. കൊറോണയുടെയൊക്കെ സമയത്ത് വിശിഷ്യ വിദേശികൾ അവനവൻ്റെ റൂമിലാണ്. അവർക്ക് വേണ്ട ആരോഗ്യപരമായ ജീവകാരുണ്യമായ ഏത് പ്രവർത്തനങ്ങളും ഈ നാട്ടിലെ പൗരന്മാർ റോഡിലിറങ്ങിയിട്ടാണ്, അവരാണ് നമുക്ക് വേണ്ട എല്ലാം ചെയ്യുന്നത്. ഇത് സൗദി അറേബ്യ മാത്രമല്ല, സൗദിയും ഇമാറാത്തും ഖത്തറും കുവൈത്തും ബഹ്റൈനും ഒമാനും ദൗലുൽ ഖലീജ് അഥവാ ഗൾഫ് രാഷ്ട്രങ്ങളെന്ന് പറയപ്പെടുന്ന നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് പ്രവാസികൾ നാടിൻ്റെ നട്ടെല്ലാണ് എന്ന് കേൾക്കുന്ന സമയത്ത് എങ്ങനെ ഒരു പ്രവാസി നാടിൻ്റെ നട്ടെല്ലായി മാറുന്നു എന്നുള്ളതിന്
ഈ രാജ്യങ്ങളുടെ ഭരണാധികാരികളെ അവർക്ക് വേണ്ടി എത്രത്തോളം പ്രാർത്ഥിച്ചാലും നന്ദി അറിയിച്ചാലും സഹോദരങ്ങളെ മതിയാകുന്നതല്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന ഏതൊന്നിൻ്റെ പിന്നിലും ഗൾഫ് എന്നല്ലാത്ത മറ്റൊന്നുമില്ല. ഗൾഫ് രാജ്യങ്ങളിലല്ലാതെ മറ്റു പല രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന എത്രയോ കേരളക്കാരും ഇന്ത്യക്കാരും ഒക്കെയുണ്ട്. പക്ഷെ ഇന്നും സാമ്പത്തിക കണക്കെടുത്താലും നാട്ടിലേക്ക് ഇറങ്ങുന്ന ഏത് കണക്കെടുത്തു കഴിഞ്ഞാലും ഖലീജിൻ്റെ ഗൾഫ് രാഷ്ട്രങ്ങളുടെ സേവനം എന്നും മുന്നിൽ തന്നെയാണ്. ഈ സമയത്ത് ഇത് പറയാൻ കാരണം സോഷ്യൽ മീഡിയ പല നിലയിലും ഉപയോഗിക്കപ്പെടാറുണ്ട്. വൈകാരിക അവസ്ഥകളെ ചൂഷണം ചെയ്തുകൊണ്ട്, അത്തരം സന്ദർഭങ്ങളെ മുതലെടുത്തുകൊണ്ട് ഇസ്ലാമിനെയും ഇസ്ലാമിക രാജ്യങ്ങളെയും അതിൻ്റെ ഭരണാധികാരികളെയും ഒന്നിനും കൊള്ളാത്തവരായും ലോകം തിരിയാത്തവരായും പേടിച്ചൊളിക്കുന്നവരായുമൊക്കെ ചിത്രീകരിക്കുമ്പോൾ മിതത്വവും നീതിയും ജനങ്ങൾക്ക് മുഴുവനും നിർഭയത്വവും നൽകുക എന്നുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത രാജ്യങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ ഒന്ന് അറിയേണ്ടതുണ്ട്. 1970-80കളിൽ ഗൾഫിലേക്ക് വരുന്ന ഒരു സമയം, അതിന് മുമ്പുള്ള ഒരു കേരളമുണ്ടായിരുന്നു, അതിന് ശേഷമുള്ള ഒരു കേരളമുണ്ടായിരുന്നു. നമ്മുടെ ഉപ്പയോട് ചോദിച്ചാൽ, ജീവിച്ചിരിക്കുന്ന വല്യുപ്പമാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ, പഠനരംഗത്തായാലും സാമ്പത്തിക രംഗത്തായാലും ആരോഗ്യരംഗത്തായാലും അവരന്ന് അനുഭവിച്ച പ്രയാസങ്ങളും കഷ്ടതകളും ഗൾഫിൻ്റെ വരവോടുകൂടി നമ്മുടെ നാടിലുണ്ടായ മാറ്റങ്ങളും പലപ്പോഴും നന്ദി കാണിക്കുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളൊക്കെ മറന്നു പോവുകയാണ് പതിവ്. സഹോദരങ്ങളെ, ദീനെന്ന് പറയുന്നത്, മുസ്ലിമീങ്ങളെന്ന് പറയുന്നത് ആണിനൊരു വേഷം, പ്രത്യേകമായൊരു വേഷം, സ്ത്രീക്ക് മറ്റൊരു വേഷം. അതിനപ്പുറത്തേക്ക് ഒരു സമയമുണ്ടായിരുന്നു നാട്ടിൽ, അല്ലേ? എഴുതാനറിയാത്ത, വായിക്കാനറിയാത്ത, കേവലം സിനിമകളിലൊക്കെ മുമ്പ് കാണിക്കുന്നത് പോലെ ഒരു ഗുണ്ടയായോ ഒരു കോമാളിയായോ ഒന്നിനും കൊള്ളാത്തവനായോ സമുദായത്തെ പല നിലയിലും അകറ്റി നിർത്തിയ ഒരു സമയം ഗൾഫിൻ്റെ വരവോടുകൂടി തന്നെയാണ്. പഠനവും വിദ്യാഭ്യാസവും മതപഠനത്തോടൊപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളടക്കം തുടങ്ങി ഈ സമുദായത്തിലെ മക്കൾ തന്നെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒരിക്കലും കയറിച്ചെല്ലാൻ കഴിയാത്തത് എന്ന് സീല് വെക്കപ്പെട്ട പല മേഖലകളിൽ പോലും മുസ്ലിം പെൺകുട്ടികളടക്കം എത്തിയിട്ടുണ്ടെങ്കിൽ ഗൾഫിൻ്റെ സ്വാധീനം തന്നെയാണ് എന്ന് അതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ നിഷേധിക്കുന്നതല്ല. എത്രയോ സ്ഥാപനങ്ങളുണ്ട്, മദ്രസയും ആയിരക്കണക്കിന് മദ്രസകൾ ഗൾഫിലെ ഓരോ പൗരൻ്റെയും അറബികളുടെ തന്നെ വ്യക്തിപരമായിട്ട് അവർ സഹായിച്ചവരുണ്ട്, ഭരണകൂടങ്ങൾ സഹായിച്ചതുണ്ട്. ആയിരക്കണക്കിന് മദ്രസകൾ. ആ മദ്രസയുടെ കൂടെ തന്നെയാണ് ഭൗതിക വിദ്യാഭ്യാസങ്ങൾ, അതിൻ്റെ പേരിൽ തന്നെയാണ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, എൻജിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, തല ഉയർത്തി നിൽക്കപ്പെടുന്ന ഫറൂഖ് കോളേജ് അടക്കമുള്ള ഒരുപാട്, MES അടക്കമുള്ള, അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കോളേജുകളുണ്ട്. പിന്നിൽ വഖഫ് സ്വത്തുക്കളുമായിരിക്കും. ഗൾഫിലെ പൗരന്മാരും ഗൾഫിൽ ജോലി ചെയ്യുന്നവരും പ്രവാസത്തിലെ പണം കൊണ്ട് തന്നെയാണ് പല ബിൽഡിങ്ങുകളും ഇതുപോലെ തല ഉയർത്തപ്പെട്ട് നിൽക്കുന്നത്. മതപരമായതും ഭൗതികപരമായതും. അതൊക്കെ നമ്മുടെ നാടിന് എത്രത്തോളം ഈ ഉമ്മത്തിന് സംഭാവന നൽകി എന്നുള്ളത് സഹോദരങ്ങളെ, നമ്മുടെ മക്കളെക്കുറിച്ച് അവർ പഠിക്കുന്നത് തിരിച്ചറിയുമ്പോൾ അത് നമ്മൾക്ക് മനസ്സിലാകുന്നതാണ്. ഇതൊന്നും ഈ നാട്ടിലെ പണം കോടിക്കണക്കിന് പുറത്തേക്ക് ഒഴുകുമ്പോഴും
ഈ രാജ്യത്തെ ഭരണാധികാരികൾക്കോ ഈ രാജ്യത്തെ സാധാ ഒരു പൗരനോ നമ്മളോട് ഒരു പ്രത്യേകിച്ച് വിമ്മിഷ്ടമൊന്നും തോന്നിയിട്ടില്ല. നമ്മളിങ്ങനെ നാലാളുകൾ കൂടുമ്പോൾ പറയും എന്നതല്ലാതെ. നമ്മളൊന്ന് ഓർത്താൽ നന്ന്, നമ്മുടെ നാട്ടിൽ മുമ്പൊരു സമയത്ത് തമിഴന്മാർ ജോലിക്ക് വരുന്നൊരു സമയമുണ്ടായിരുന്നു. ആ തമിഴന്മാർ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒന്നിച്ച് ജോലി ചെയ്യുമ്പോൾ നടുറോഡിൽ അടിയേൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും പലരും. സാധാരണക്കാർക്ക് കൊടുക്കുന്നതിൻ്റെ എത്രയോ കുറവായിരിക്കും കൂലി പറയുന്നത്. ആ കൂലി ചോദിച്ചാൽ തെറിയായിരിക്കും കേൾക്കുന്നത്. ഇങ്ങനത്തെ ഒരു സമയം ഇപ്പോൾ ബംഗാളികൾ നമ്മൾ പറയുന്നു അല്ലേ, അവരെങ്ങനെയാണ്, അവരോടെങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം? അതുപോലെയാണോ ഗൾഫിൽ ജീവിക്കുന്ന നമ്മൾ? ഈ നാട്ടിലെ ഭരണാധികാരികളും ഈ നാട്ടിലെ പൗരന്മാരും അവർക്ക് മുമ്പിലൂടെ ഏറ്റവും അന്തസ്സോടുകൂടി അവരെന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നുവോ അതൊക്കെ കഴിക്കാനും, അവരെന്തൊക്കെ കുടിക്കുന്നുവോ അതൊക്കെ കുടിക്കാനും, അവരേതൊക്കെ റെസ്റ്റോറൻറ്റുകൾ കയറുന്നുവോ അതൊക്കെ നമ്മൾക്കും തുറക്കപ്പെട്ടിട്ടും ഒരു വിവേചനമില്ലാതെ, ജാതിയോ മതമോ രാജ്യമോ ഒന്നോ ഇല്ലാതെ ഈ നാട്ടിൽ വന്ന് തൊഴിൽ ചെയ്യാനും, ഈ നാട്ടിൽ വിശ്രമിക്കാനും, ഈ നാട്ടിലെ കുടുംബത്തെ കൊണ്ടുവരാനും, ഈ നാടിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും ആസ്വദിക്കാനും. സഹോദരങ്ങളെ, ഓരോന്ന് കണക്ക് പറയുമ്പോൾ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. ഇന്ന് നമ്മൾക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് എല്ലാ വിവരവും കിട്ടുമല്ലോ. സൗദി അറേബ്യ വിദേശികൾക്ക് നൽകിയ സംഭാവനകൾ, നമ്മെ പിടിച്ചു നിർത്താനും നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കാനും ഇവർ നൽകിയ ഓരോ സംഭാവനകൾ. ഗൾഫ് രാജ്യങ്ങൾ ഒന്നിനെയും ഞാൻ വില കുറച്ച് കാണിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് കൂടിയാലോചനകളും മതപരമായ ഉത്തരവാദിത്തങ്ങളും ഈ രാജ്യത്തെ ഭരണാധികാരികൾ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സത്യം തന്നെയാണ്. കുല്ലുക്കും റാഇൻ, നിങ്ങൾ ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. വകുല്ലുക്കും മസ്ഊലും അൻ റഅയതി, ഓരോ ആളുകളും അവൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അള്ളാഹുവോട് കണക്ക് പറയേണ്ടി വരും, ചോദ്യം ചെയ്യപ്പെടും. ഇത് മുന്നിൽ നിർത്തി തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഉറക്കെ പ്രഖ്യാപിച്ചതും. നീ സൗദിയിലാണെങ്കിൽ നീ ഇവിടെ സുരക്ഷിതനായിരിക്കും. ഇതിൻ്റെ ആകാശവും ഇതിൻ്റെ ഭൂമിയും ഇതിൻ്റെ മണ്ണും ഒന്നുപോലും ഒരു പോറൽ പോലും നിനക്കേൽക്കാത്തവണ്ണം ഇതിൻ്റെ ആകാശങ്ങളും ഇതിൻ്റെ ഭൂമിയും ഭദ്രമായിരിക്കുമെന്ന് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഈ ലോകത്തോട് പറയുന്നുണ്ട്. പല കാലങ്ങളിലായി, പല വർഷങ്ങളിലായി കാണുന്ന ശത്രുക്കളും കാണാത്ത ശത്രുക്കളും ഗൾഫിൻ്റെ മണ്ണ് മോഹിച്ചുകൊണ്ട് ഈ രാജ്യങ്ങൾക്കെതിരെ വന്നിട്ടുമുണ്ട്. അതിനെയൊക്കെ പടച്ചറബിൻ്റെ തൗഫീഖ് കൊണ്ട് യൻസുറുക്കുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും, നിങ്ങൾക്ക് പടച്ചറബിൻ്റെ സഹായമുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാളുമില്ല എന്ന ഖുർആനിക വചനങ്ങൾ മുറുകെ പിടിച്ച് തന്നെയാണ് ഭരണാധികാരികൾ ഒരു നിലക്കുള്ള പ്രയാസങ്ങളും ഈ നാട്ടിൽ ജീവിക്കുന്നവരെ അറിയിക്കാത്ത നിലയിൽ തന്നെ ഓരോന്നും കൈകാര്യം ചെയ്യുന്നത്. ഈ സമയത്ത് പോലും പരീക്ഷണത്തിലൂടെ രാജ്യം കടന്നു പോകുന്ന സന്ദർഭം തന്നെയാണ്. അലാറം മുഴങ്ങുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്, മുന്നറിയിപ്പുകൾ വരുന്ന കേട്ടിട്ടുണ്ട്. ആ സമയത്തും ഭരണാധികാരികൾ പറഞ്ഞത് ഒരു നിലയിലും സൈനിക വാഹനങ്ങളടക്കമുള്ള ഒഫീഷ്യൽ വാഹനങ്ങളോ സംവിധാനങ്ങളോ പോകുന്നതോ ഉപയോഗിക്കുന്നതോ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ ഒരു മിസൈൽ വീണ ഭാഗത്തൊരു ഫോട്ടോ എടുത്തുകൊണ്ട് മറ്റൊരാളെ അറിയിച്ച് നിർഭയത്വത്തോടെ ജീവിക്കുന്ന ഒരാളുടെ നിർഭയത്വത്തെ ചോദ്യം ചെയ്യുന്ന നിലയിൽ നിൻ്റെ ഒരു മെസ്സേജ് പോലും, ഒരു ഫോട്ടോ പോലും, ഒരു വീഡിയോ പോലും പാടില്ല എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും, അത് സ്വദേശിയോ വിദേശിയോ ആരുമാകട്ടെ, അവൻ ഭയമില്ലാതെ പേടിയില്ലാതെ ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയണം. അവൻ തൊഴിൽ ചെയ്യട്ടെ, അവൻ്റെ ജോലികളിൽ ദിനേന എന്നോണം പോകട്ടെ, ഒരു പ്രയാസങ്ങളും ടെൻഷനും സങ്കടങ്ങളും ഇല്ലാതെ തിരിച്ചു വരട്ടെ. ഇതാണ് പ്രിയപ്പെട്ടവരെ അന്നും ഇന്നും ഈ രാജ്യം അൽ മംലക്കത്തുൽ അറബിയ്യത്ത് സൗദിയ, ഈ രാജ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാം ചരിത്രം മറന്നു പോകരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 970 മുമ്പും
ഒരു ജീവിതം നമ്മുടെയൊക്കെ നാടുകളിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഭക്ഷണം, നമ്മുടെ കൾച്ചർ, നമ്മുടെ ആരോഗ്യം എല്ലാം പിന്നിൽ തന്നെയായിരുന്നു. ആളുകൾ ഗൾഫിലേക്ക് വരുന്നു, ഇവിടുത്തെ സ്വാധീനം പല നിലക്കും ഉണ്ടാകുന്നു. കൂട്ടായ്മകൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏതുമാകട്ടെ, തല ഉയർത്തി നിൽക്കുന്ന പള്ളികളുണ്ട്. ഒരു പള്ളിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഗൾഫിലേക്കാണ് ആളുകൾ പോകുന്നത്. എത്ര ആയിരക്കണക്കിന് പള്ളികൾ ഇവിടുത്തെ സഹോദരിമാർ കേരളക്കരയിൽ, ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിനല്ല, അതിനേക്കാൾ അപ്പുറത്തേക്കുണ്ട്. ആ പള്ളികളിലൊക്കെ ഓരോ വർഷവും നടക്കുന്ന ഇഫ്താറുകളുണ്ട്. ആ പള്ളിയോടനുബന്ധിച്ച് നടക്കുന്ന മദ്രസകളുണ്ട്. എത്രയോ ഹോസ്പിറ്റലുകൾ അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ, ഡയാലിസിസ് സെൻ്ററുകൾ, ക്യാൻസർ സെൻ്ററുകൾ, അഭയാർത്ഥി ക്യാമ്പുകൾ ഏതുമാകട്ടെ പ്രിയപ്പെട്ടവരെ, ഗൾഫിൻ്റെ സ്വാധീനമില്ലാത്ത ഒന്നുമില്ലല്ലോ. സാമ്പത്തികമാണെങ്കിൽ ഇന്നത്തെ കണക്ക് പ്രകാരവും കേരളത്തിലേക്ക് ഒഴുകുന്നതിൽ ഒരു വലിയൊരു പങ്ക് ശതമാനം ഗൾഫിൻ്റെ പണം തന്നെയാണ് എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ കണക്കുകളും പറയുന്നുണ്ട്. പട്ടിണിയുള്ള ഒരു നാടായിരുന്നു നമ്മുടേത്, പട്ടിണിയായിരുന്നു. ഇന്ന് ഏത് ഭക്ഷണം കഴിക്കുമെന്ന് നമ്മൾക്ക് കൺഫ്യൂഷനാണ്. എന്തുകൊണ്ടാണ്? എല്ലാ ഭക്ഷണവും കഴിച്ച് തീർന്നു. നമ്മളെല്ലാവരും ആ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ വീടുകൾ വിചാരിച്ച രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു. നമ്മുടെ മക്കൾ ഒരുപാട് പഠിച്ചു. എത്രത്തോളം ഗൾഫിൻ്റെ സംഭാവനകളുണ്ട്. നമ്മുടെ നാട്ടിലെ കോളേജുകളിൽ പഠിക്കുന്ന സമയത്ത്, നാട്ടിലെ കോളേജിൽ പഠിക്കാം അയാൾക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് പോലും ഗൾഫിൽ നിന്ന് അങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും. നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് ഗൾഫിൽ നിന്നുള്ള സ്റ്റൈപ്പൻഡുകൾ ഉണ്ടായിട്ടുണ്ട്. ഗൾഫിലേക്കുള്ള ഇവിടുത്തെ കോളേജുകൾ, യൂണിവേഴ്സിറ്റികളിൽ വിദേശ വിദ്യാർത്ഥികളെ ക്ഷണിക്കുകയാണ്. എന്തിനാ? ഇവിടെ വന്നൊന്ന് റിസർച്ച് ചെയ്യാൻ. ആ റിസർച്ച് ചെയ്യുന്ന സമയത്ത്, മാസ്റ്റർ ഡിഗ്രിയൊക്കെ എടുക്കുന്നൊരു സമയത്ത് അവൻ്റെ കുടുംബസമേതം ഇവിടെ വരാനും അവർക്ക് താമസിക്കാനുമുള്ള സൗകര്യങ്ങൾ ഈ രാജ്യം ചെയ്തു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രത്തോളം സംഭാവനകൾ ഈ രാജ്യം, ഗൾഫ് രാജ്യങ്ങൾ നമ്മുടെ നാടിന് അല്ലേ, നമ്മുടെ ഇന്ത്യക്കും പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കരയിൽ ഒരുപാട് ചെയ്തത്, കണക്കിൽപ്പെടാത്തതും പെട്ടതുമായ ഒരുപാട് സംഭാവനകളുണ്ട്. 10-40 കൊല്ലം, 40-45 കൊല്ലം ഗൾഫിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, ഇന്നും തിരിച്ചു പോയിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവർക്കിപ്പോഴും ആ കൂറും എല്ലാം ഇവിടെ തന്നെയാണ്. അത്രയും സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു രാജ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീഅത്തായി പഠിപ്പിച്ചത് അതങ്ങനെ തന്നെയെന്ന് ഇവിടുത്തെ ഭരണാധികാരി മുമ്പ് സൂചിപ്പിച്ചത് ഓർമ്മ വരുന്നുണ്ട്. മദീനയിൽ എന്താണോ നടപ്പാക്കിയത് അത് അതേ രീതിയിൽ തന്നെ കഴിയുന്ന നിലക്ക് ആ ഇസ്ലാമിക ശരീഅത്ത് ഈ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഭരണകൂടം. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ എന്ന നിലക്ക് നമ്മൾക്കുള്ള പോരായ്മകളുണ്ടാകും. അതേത് മനുഷ്യർക്കും ഉണ്ടാകും. അതുകൊണ്ടായിരിക്കുമല്ലോ അള്ളാഹുവിൻ്റെ റസൂല് വന്നത്, ഏത് വ്യക്തിയാകട്ടെ, നിങ്ങളിൽ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട നേതാക്കന്മാരുണ്ടാകും, ഭരണാധികാരികളുണ്ടാകും. അവർ നിങ്ങളിൽ ഒരു ഉത്തരവാദിത്തം ഉത്തരവാദിത്തം അവരേറ്റുകഴിഞ്ഞാൽ അവരനുസരിക്കുക എന്നുള്ളത് നിങ്ങളുടെ മേൽ ബാധ്യതയാണ്. അത് ഒരു കറുത്ത കാപ്പരിയാണെങ്കിലും, വൈൻ ഉമ്മിറ അലൈക്കും അബ്ദുൻ ഹബഷിയുൻ, ഒരു ഹബഷിയായ, ഒരു നീഗ്രോവായ, ഒരു കറുത്ത കാപ്പരിയാണ് നിങ്ങളുടെ ഭരണാധികാരിയെങ്കിൽ അവരനുസരിക്കുക എന്നുള്ളത് മതപരമായി ഒരു മുസ്ലിമിൻ്റെ മേൽ ബാധ്യതയാണ്. നിങ്ങളെല്ലാവരും ഒരു ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കുകയാണ്. അനുസരിക്കൽ നിർബന്ധമാണ്. അതിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവനെ ഫഖ്തുലു, അവനെ കൊന്നുകളയണം എന്നാണ് ഇസ്ലാമിക ഭരണത്തിൻ്റെ നിയമം. നാട്ടിൽ ഒരു കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗൾഫ് രാജ്യത്തിൻ്റെ സംഭാവനകളും സേവനങ്ങളും നമ്മളൊരു ആവർത്തി ഒന്ന് വായിച്ചുകൊണ്ട് വ്യക്തിപരമായി നമ്മളൊക്കെ എന്തൊക്കെ നേടിയിട്ടുണ്ട് എന്നുള്ളത്. കയ്യുമായിട്ടാണ് പലരും വന്നത്. നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും നമ്മുടെ മക്കളുടെ പഠനവും നമ്മുടെ നാട്ടിലെ റിയൽ എസ്റ്റേറ്റുകൾ, ഹോസ്പിറ്റലുകൾ അല്ലേ, വാങ്ങിക്കൂട്ടുന്ന സ്വത്തുക്കൾ, ബിൽഡിങ്ങുകൾ, തൂണിലും തുരുമ്പിലും മുഴുവനായിട്ടും കച്ചവടങ്ങളും എന്തുമാകട്ടെ, ഭക്ഷണ സംസ്കാരം, വസ്ത്ര സംസ്കാരം, നല്ല പെരുമാറ്റം, അതിഥി സംസ്കാരം, എല്ലാം പഠിച്ചത്
ഗൾഫിൻ്റെ സാംസ്കാരിക, സാമ്പത്തിക എല്ലാ നിലയിലുള്ള സ്വാധീനം കൊണ്ട് തന്നെയാണ്. അള്ളാഹു ഈ ഭരണാധികാരികൾക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കുറവും കുറ്റങ്ങളും പറഞ്ഞ് പല്ലിളിക്കാൻ, അല്ലേ, അന്നം തരുന്ന നാടിനോട് നന്ദി കേട് കാണിക്കാൻ ഒരുപാട് ആളുകളുണ്ടാകും പല താല്പര്യങ്ങളെ കൊണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വേണ്ടത് ഇതിൻ്റെ മുതൽ തന്നെയാണ്. ആജീവനാന്തം ശത്രുക്കൾ തന്നെയാണ് ജൂതരും അതുമായി ബന്ധപ്പെട്ട ആളുകളും. അവരുടെ മാപ്പിലും കാബയടക്കം ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാണ് എന്ന ജൂതൻ്റെ വാദം. ഇബ്രാഹിം നബി ഞങ്ങൾക്കുള്ളതാണ്, അതുകൊണ്ട് ആ ഇബ്രാഹിം നബിയുടെ മക്ക അത് ഞങ്ങൾക്കുള്ളതാണ്. അത് പിടിച്ചടക്കുന്നത് വരെ അവർ മുന്നേറിക്കൊണ്ടേയിരിക്കും, അത് പടവെട്ടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ രാജ്യത്തിലെ, ഗൾഫ് രാജ്യങ്ങളിലെ എന്തൊക്കെ മുതലുകളുണ്ടോ അതൊക്കെ തട്ടിയെടുക്കാൻ എല്ലാവരും, വിദേശ ശക്തികൾ എന്നും മുമ്പിൽ തന്നെയാണ്. ഒരാളും ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്നും ന്യായീകരിക്കാനും പാടില്ല. അത് ആ നിലയ്ക്ക് തന്നെ എല്ലാവർക്കും അതിൻ്റേതായ താല്പര്യങ്ങളുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ സുരക്ഷിതരായി ഇത്രക്കാലം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, നമ്മൾ സുരക്ഷിതമായി സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണം തന്നെയാണ്. എടുത്തുചാട്ടമല്ല, നീതിയായിരിക്കണം, രാജ്യത്തിൻ്റെ സമാധാനമായിരിക്കണം എന്നത് നിർബന്ധമാണ്. ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വചനമുണ്ട്, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമിഅ. നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ പാർശ്വത്തിൽ തൗഹീദിൽ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. വല തഫറഖു, ഭിന്നിക്കരുതേ. വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ നിഅമത്തിനെ നിങ്ങളൊന്ന് ഓർക്കണം. ഇത് കുന്തും അഅദാ, നിങ്ങൾ ശത്രുക്കളായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങൾക്കിടയിൽ, ഖൽബുകൾക്കിടയിൽ അള്ളാഹ് ഇണക്കമുണ്ടാക്കി. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അള്ളാഹിൻ്റെ നിഅമത്ത് കൊണ്ട് നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായി മാറി. അറബികൾക്കൊരു പതിവില്ല പ്രിയപ്പെട്ട, മുമ്പ് ഒരു ചരിത്രമുണ്ടായിരുന്നു, അല്ലേ? അള്ളാഹിൻ്റെ റസൂൽ വരുന്ന ആ കാലത്ത് അറബികൾ ഒട്ടകം വെള്ളം കുടിക്കുന്ന തടാകത്തിൽ നിന്ന് മറ്റുള്ളവൻ്റെ ഒട്ടകം വെള്ളം കുടിച്ചാൽ, എൻ്റെതിൽ നിന്ന് മറ്റുള്ളവൻ ഒട്ടകം വെള്ളം കുടിച്ചാൽ കൊല്ലങ്ങളോളം യുദ്ധം ചെയ്ത ഒരു ജനതയെ ഈ ഖുർആൻ കൊണ്ട് ഈ നാടിനെ മാറ്റിയെടുത്ത റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. അഹബ്ബുൽ ബിലാദ്, നല്ല രാജ്യങ്ങളായി മാറി, അല്ലേ? ആ ഒരു നാടിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ഈ നാട്ടിൽ നിങ്ങൾക്ക് അള്ളാഹു അമ്ന് നൽകി, നിർഭയത്വം തന്നു. നിങ്ങൾക്ക് ഖൗഫിൽ നിന്ന്, ഭയപ്പാടിൽ നിന്ന് നിങ്ങൾക്ക് നിർഭയത്വം തന്നു. നിങ്ങൾക്ക് പട്ടിണിയിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് സുഭിക്ഷമായ നിലക്ക് ഭക്ഷണം തന്നു. മക്കയും മദീനയും, അള്ളാഹുവിൻ്റെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന മക്കയും റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന മദീനയും അടക്കമുള്ള ഈ ജസീറത്തുൽ അറബ്, അല്ലേ, ഈ അറബികൾ എന്ന് പറയുന്നത് ലോകത്തിനൊരു പ്രകാശമായിട്ട് പ്രിയപ്പെട്ട, ഒന്നും സ്വാർത്ഥതയില്ലാതെ നൽകിയ ചരിത്രം മാത്രമാണ് അറബികൾക്കുണ്ടാകുന്നത്. അതുകൊണ്ട് അസൂയയില്ലാത്ത, അതേപോലെ തന്നെ ആ നിലയ്ക്കെല്ലാം ഞങ്ങൾക്ക് മാത്രം കിട്ടണം എന്ന ചിന്തയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തേക്കാൾ ഏറെ പൗരന്മാർ, അല്ലേ, ഈ രാജ്യത്തിലെ പൗരന്മാരെക്കാളേറെ വിദേശികളൊക്കെ ഇത്തരം രാജ്യങ്ങളിൽ ജോലി ചെയ്ത് സമ്പത്ത് മുഴുവനും പുറം രാജ്യങ്ങളിലേക്ക് ഒഴുകുമ്പോഴും സ്വസ്ഥമായും നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് ഓരോ വിദേശിയോടും ഓരോ പൗരനോടും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് പറയാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പറയപ്പെടുന്ന ഏത് രാജ്യങ്ങളും ഈ മണ്ണിൽ നിന്ന് പലതും കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദീർഘവീക്ഷണം കൊണ്ടും നീതിയോടെ ഈ രാജ്യത്ത് ഭരണാധികാരം നിലനിർത്താൻ വേണ്ടിയും ഈ രാജ്യത്തിൻ്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനു വേണ്ടിയും കരാറുകൾ പല രാജ്യങ്ങളുമായും ഉണ്ടാക്കിയിട്ടുണ്ടാകും. ആക്രമിക്കാനുള്ള കരാറുകളല്ല, ഈ രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ പ്രതിരോധിക്കാനുള്ള കരാറുകൾ തന്നെയാണ്. ആയുധങ്ങൾ ഉണ്ടാക്കി മറ്റുള്ള രാജ്യങ്ങളെ തകർക്കുന്നതല്ല, അതല്ല ഈ രാജ്യങ്ങളൊന്നും പഠിച്ചത്. ഒരു രാജ്യത്തെയും ആക്രമിക്കാൻ പോകുന്നവരുമല്ല. ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഈ രാജ്യം നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെയും നമ്മുടെയും എല്ലാവരുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. അത് നിലനിർത്താൻ തന്നെയാണ് പ്രതിരോധ കരാറുകളിൽ പലപ്പോഴും ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾ നോക്ക്, ഓരോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ രാജ്യത്തിൻ്റെ ഈ മണ്ണിലേക്ക്, ഈ രാജ്യത്തിലെ കരണ്ടും
ഈ രാജ്യത്തിലെ വെള്ളവും ഈ രാജ്യത്തെ പെട്രോളും ഈ രാജ്യത്തെ മറ്റു മുതലുകളും ഇവിടെ തന്നെ നശിപ്പിക്കാൻ പല നിലക്കുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴും തിരിച്ചവരോട് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ ഈ ഭരണാധികാരികൾ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് ഐക്യത്തോടുകൂടി വിദേശ ശത്രുക്കൾ മുഴുവനായിട്ടും പരസ്പരം നോക്കിയിട്ടുണ്ടായിരുന്നു ഈ രാജ്യത്തെ പൗരന്മാരും ഭരണാധികാരികളും തമ്മിൽ തെറ്റുമോ എന്നുള്ളത്. ഈ രാജ്യത്തെ പൗരന്മാരും വിദേശികളും തമ്മിൽ കുഴപ്പങ്ങളുണ്ടാകുമോ എന്ന് ഈ സമയത്തും നോക്കിയിട്ടുണ്ടായിരുന്നു. പഠനങ്ങളതൊക്കെ പുറത്തേക്ക് വരുന്നു. പക്ഷേ ഭരണാധികാരികൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചു. ഓരോരുത്തരോടും നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പോയിക്കോ എന്നല്ല പറഞ്ഞത്, നിങ്ങളിവിടെ സുരക്ഷിതമായിരിക്കും എന്ന് തന്നെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തും ഈ നാട്ടിലെ അന്നം തിന്നിട്ട് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സമ്പാദിച്ചിട്ട് ഈ ഗൾഫ് രാജ്യങ്ങളിൽ വർഷങ്ങളോളം ജീവിച്ചിട്ട് ഇവിടുത്തെ മുഴുവനും കയ്യിലാക്കിയിട്ട് എന്നിട്ടും ഇതിനെതിരെ കൊഞ്ഞനം കുത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്നു എന്നുള്ളത് ഖേദകരം തന്നെയാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തോട് പ്രത്യേകമായ കൂറ് കാണിക്കുകയും എന്നിട്ട് അന്നം തരുന്ന നാടിനെതിരെ തിരിയുന്നതും അത് രാജ്യത്തോടുള്ള വഞ്ചനയായിട്ട് തന്നെയാണ് ഈ രാജ്യം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എത്രയോ ആളുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ ആളുകൾ അവരുടെ റൂമുകളിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ മലയാളിക്കരയിലെ നമ്മുടെ കോഴിക്കോട്ടും കണ്ണൂരും മലപ്പുറത്തൊക്കെയുള്ള ആളുകൾ അവരുടെ ബന്ധുക്കളൊക്കെ പല സമയത്തും ബന്ധപ്പെട്ടിട്ടുമുണ്ട്. ഇന്നയാളെ കൊണ്ടുപോയിട്ടുണ്ട്, ഇന്നയാളെ കാണുന്നില്ല, ഇന്നയാൾ ഇന്നതാണ് ചെയ്തത്. ഒന്നും രണ്ടുമൊന്നുമല്ല സഹോദരങ്ങളെ, സൂക്ഷിക്കാനും കരുതാനും ഈ ഭരണകൂടം പറയുന്നുവെങ്കിൽ അത് ഗൗരവത്തോടെ തന്നെയാണ്. ഓരോ മൊബൈലും ഓരോ മെസ്സേജും അതൊരു കംപ്ലൈൻറ്റ് കിട്ടിപ്പിടിക്കുന്നതല്ല, പ്രത്യേക സിഗ്നലുകളാണ്, അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. നമ്മൾ അയക്കുന്ന ഏത് മെസ്സേജ് ആകട്ടെ നിരോധിക്കപ്പെട്ട പാടില്ലാത്തതാണെങ്കിൽ നിന്നെ തേടി വന്നിരിക്കും. അതെന്തിനാണെന്നറിയോ? രാജ്യത്തിൻ്റെ സുരക്ഷ തന്നെയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അതൊരു തമാശക്കാണെങ്കിലും AI നിർമ്മിതമായ വീഡിയോ ആണെങ്കിലും ഏതാണെങ്കിലും ഗൗരവത്തോടെ നാം കാണേണ്ടതുണ്ട്. നമ്മുടെ ചർച്ചകൾ സങ്കടം അതാണ്. ഈ രാജ്യത്തൊക്കെ ജീവിക്കുമ്പോഴും എന്നിട്ടും അറബികളെക്കുറിച്ച് ഈ നിലക്കുള്ള കുറ്റങ്ങൾ പറയുന്നു എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിനെ അംഗീകരിക്കുന്ന, സ്വഹാബികളെ അംഗീകരിക്കുന്ന, അവരെല്ലാവരും സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കുന്ന അഹ്ലുസുന്നയുടെ അഖീദ മുറുകെ പിടിക്കുന്ന ഈ ദൗലത്തുൽ ഖലീജ് ഗൾഫ് രാജ്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, ആ ഭരണാധികാരികൾക്ക് വേണ്ടിയും ആ നാടിന് വേണ്ടിയും നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തം, അമാനത്ത് തന്നെയാണ്. ഞാൻ ആ നിലക്കാ സൂചിപ്പിക്കുന്നത്. ലാ ഈമാൻ ലിമൻ ലാ അമാനത്തലഹു, അമാനത്തില്ലാത്തവന് ഈമാൻ ഇല്ലട്ടോ. ഒരമാനത്താണ് ഈ രാജ്യം നമ്മളെ ഏൽപ്പിക്കുന്നതാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ നമ്മളോട് പറഞ്ഞത് നീ സുരക്ഷിതനായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെയാണ്. ആ പ്രാർത്ഥനയാ നമുക്ക് ഇവരോട് ചെയ്യാനുള്ള കടമകൾ. പ്രാർത്ഥിക്കുക. ഇവിടുത്തെ ഒരു മിസൈൽ വീഴുമ്പോൾ പറയുന്നില്ലേ, നാട്ടിലെ വീടുകളിൽ അടുപ്പ് പുകയാത്ത ഒരവസ്ഥയുണ്ടാകും. എത്രയോ കടകൾ അടച്ചുപൂട്ടേണ്ടി വരുന്ന, കച്ചവടങ്ങൾ നിലച്ചു പോകുന്ന എത്രയോ ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കർഷകന്മാർ പോലും പ്രയാസം അനുഭവിക്കുന്നു. ഗൾഫ് നാട്ടിലേക്ക് വരുന്ന ഒരു പ്രയാസം, പ്രിയപ്പെട്ടവരെ, നാട്ടിലെ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിലെ ഒരു കർഷകനും അല്ലേ, ഒരു ഏതെങ്കിലും നിരക്കിൽ പിന്നെ ഒരു ചെറ്റക്കുടിൽ നിന്ന് അവനവൻ്റെ കൈകൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കുന്നത് പുറം രാജ്യത്തേക്ക് അയച്ചേക്കുന്ന പാവങ്ങളുണ്ട്. അവരുടെ ജീവിതത്തെ പോലും ബാധിക്കുന്നത് ഈ രാജ്യത്തെയും ഗൾഫ് രാജ്യങ്ങളെ തകർക്കാനൊരുങ്ങുന്ന രാജ്യങ്ങളുടെ എല്ലാ കുതന്ത്രങ്ങളുമാണ്. അതുകൊണ്ട് ഒരാളും ജയിക്കരുത് ഈ യുദ്ധത്തിൽ. കുട്ടികളെ കൊന്നത്, സ്ത്രീകളെ പ്രയാസപ്പെടുത്തിയത്, ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നത് തികച്ചും തെറ്റാണ് എന്ന് ലോകത്താർക്കും തർക്കമില്ല. അതുകൊണ്ട് ആ അക്രമത്തെ ഒരിക്കലും അംഗീകരിക്കാനും ലോകം പോകുന്നില്ല. അതേപോലെ തന്നെയാണ് ആ കാരണം പറഞ്ഞ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ ആകാശവും അതിൻ്റെ ഭൂമിയും കേടുപാടുകൾ വരുത്തി ആ നിലക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതും ഒരിക്കലും അത് അംഗീകരിക്കാൻ പാടില്ല. ഇസ്ലാമിൽ അതിന് വിലയുമില്ല. എന്ത് ന്യായീകരണം ഇട്ട് പറഞ്ഞു കഴിഞ്ഞാലും ആർക്കും, ആക്രമിക്കുന്നവർക്കും ആക്രമിക്കപ്പെടുന്നവർക്കും, ആക്രമിക്കുന്നവരും ആക്രമിക്കപ്പെടുന്നവരും ഇവരാരും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളെ നല്ലപോലെ
ആ നിലക്ക് നോക്കാനല്ല പരിശ്രമിക്കുന്നത്. രണ്ടു കൂട്ടരും എല്ലാവരും ഈ രാജ്യത്തെ പിടിച്ചടക്കാനും കഅബയടക്കം മക്കയടക്കം ഞങ്ങൾക്ക് വേണമെന്ന് പറയാനും എന്നിട്ട് അതിൻ്റെ കീഴൊതുക്കാനും എന്ന് തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ആ എല്ലാ നിലക്കുള്ള കുൽസിത പ്രവർത്തനങ്ങൾക്കും പ്രയാസമനുഭവിക്കുന്നത് ഈ രാജ്യങ്ങളുടെ ഭരണാധികാരികളാണ്. പക്ഷേ അവർ കൂടിയാലോചിക്കുന്നു. സംയമനം പാലിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും പരമാവധി യുദ്ധങ്ങളില്ലാതെ മുമ്പോട്ട് പോകുവാനും ശത്രുക്കളോട് പോലും വിട്ടുവീഴ്ച ചെയ്യാനും ആക്രമിച്ചവർക്കെതിരെ ഒന്നും പടവാളെടുക്കാതെ ആക്രമിച്ചവർക്ക് മാപ്പ് കൊടുക്കാനും ആക്രമിച്ചവരോട് നീതി കാണിക്കാനും എല്ലാ നിലയും പറയുന്നത് ഈ രാജ്യത്തിന് ഒരുപാട് കാലം ഇനിയും മുമ്പോട്ട് ഏറ്റവും സുരക്ഷിതമായി പോകേണ്ടതുണ്ട്. നമ്മൾക്കൊരു ഫുട്ബോൾ ഗ്യാലറിയിലിരുന്ന് ഒരു ഫുട്ബോൾ കാണുന്നത് പോലെ അല്ലേ, നമ്മുടെ നാട്ടിലെ മീഡിയകൾക്കും മലയാളികൾക്കും ഇതൊരു തമാശയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, കാര്യം ഗൗരവമായാൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നേയുള്ളൂ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെന്നല്ല, വരാനിരിക്കുന്ന നമ്മുടെ നാട്ടിലെ എത്രയോ ചെറുപ്പക്കാർ പഠനം മുടങ്ങുന്നവരുണ്ടാകും. സാമ്പത്തികം നിന്നുപോയാൽ നമ്മുടെ സമുദായത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും പ്രിയപ്പെട്ടവരെ ഈ രാജ്യങ്ങളും ഈ രാജ്യത്തെ ഭരണാധികാരികളുമായി തീരണം. അതുകൊണ്ട് പറയേണ്ടതും മുന്നിലേക്ക് പ്രഖ്യാപിക്കേണ്ടതും ഈ രാജ്യങ്ങൾ നൽകുന്ന സേവനങ്ങൾ തന്നെയാണ്. അല്ലാഹു തആല രാജ്യത്തോട് കൂറ് കാണിക്കുന്ന നല്ലൊരു പൗരനായി നമ്മെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഭയാനകമായ അവസ്ഥകളിൽ നിന്നും ഗൾഫ് രാഷ്ട്രങ്ങളെ, മുസ്ലിം സമുദായത്തെ, ഉമ്മത്തിനെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ശത്രുവിൻ്റെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. എല്ലാവിധ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ഏറ്റവും നന്നായി മുമ്പോട്ട് പോകാനുള്ള തൗഫീഖ് ഈ രാജ്യങ്ങൾക്കൊക്കെ നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.